നമ്മളെല്ലാവർക്കും യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഈ ബിസി ലൈഫിൽ നിന്ന് കുറച്ച് നാളത്തേക്കിനെങ്കിലും മാറി നിൽക്കാമെന്ന് വിചാരിക്കാത്ത ആരും തന്നെ കാണില്ല. അങ്ങനൊരു അൺപ്ലാൻഡ് ട്രിപ്പാണിത്. ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യം എങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം നമ്മളെ യാത്ര സ്പെഷ്യലാവണമെന്നുണ്ടെങ്കിൽ പോകുന്ന സ്ഥലം അത്രത്തോളം സ്പെഷ്യലായിരിക്കണം. അപ്പോഴാണിത് ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫംഗ്ഷൻ കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ടെന്ന് ഇവൻ പറയുന്നത്. എങ്കിൽ പിന്നെ ഡെസ്റ്റിനേഷൻ കണ്ണൂർ ഫിക്സ് ചെയ്തു. കണ്ണൂരിനെ പറ്റി എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. കാരണം നമ്മൾ കൂടുതലും അറിയുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയും ട്രോളുകളിലൂടെയാണല്ലോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം തന്നെ എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു. കണ്ണൂരെത്തി ഞങ്ങൾ ആദ്യം പോയത് മുത്തപ്പനെ കാണാനാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനെ. രാവിലെ 5 മണിക്ക് മുന്നേ പറശ്ശിനിക്കടവ് എത്തി. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു, കൂടാതെ നല്ല മഴയും. അമ്പലത്തിനുള്ളിലേക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ബോർഡുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിനുള്ളിലെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് മുത്തപ്പനെ കാണാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ഒരു തവണ കൂടി കാണുമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും വരണം, തീർച്ചയായിട്ടും വരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു പ്ലാൻഡ് ട്രിപ്പല്ല. കണ്ണൂർ വന്ന് കണ്ണൂരെ ആൾക്കാരോട് ചോദിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ കിട്ടിയ ഒരു ഡെസ്റ്റിനേഷനാണ് അളകാപുരി വാട്ടർഫോൾസ്. കണ്ണൂർ കൊയ്യത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തിലേക്ക്. കൂടാതെ കേരള കർണാടക ബോർഡർ കൂടെയാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്കുണ്ട്. ഈ കാണുന്ന പോലെ ഇച്ചിരി ഇടുങ്ങിയ വഴിയാണ്, പക്ഷേ ബസ്സും ബൈക്കും കാറും എല്ലാം വരുന്ന റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞങ്ങളുടെ കാറിന് മുന്നിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അളകാപുരി വാട്ടർഫോൾസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കളയണ്ടെന്നോർത്ത് പിന്നീട് നോക്കിയില്ല. ഇനി എന്തായാലും നേരിട്ട് തന്നെ കാണാം. അങ്ങനെ സ്ഥലമെത്തി. കാഞ്ഞിരക്കൊല്ലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട്. 50 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഞങ്ങൾ വന്ന സമയം അധികം റഷ് ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് തിരിച്ചു പോകുന്ന സമയം കൂടിയായിരുന്നു. ഈ പാർക്കിങ്ങിന് ബാക്ക് സൈഡിലായിട്ട് ഒരു നല്ലൊരു മൗണ്ടൻ വ്യൂ കൂടെ ഉണ്ട്. കേരള വനംവകുപ്പിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ. ചെക്ക് പോസ്റ്റിൽ എൻട്രൻസ് ഫീ അടച്ചതിന് ശേഷം ഏകദേശം 400 മീറ്ററോളം ഉള്ളിലേക്ക് നടക്കാനുണ്ട്. മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 20 രൂപയും വിദേശികൾക്ക് 250 രൂപയും കൂടാതെ ക്യാമറ ഫീസായിട്ട് 150 രൂപയുമാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു കുട്ടി ഡ്രോൺ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളോട് ക്യാമറ ഫീസും അവർ വാങ്ങിയില്ല. പോകുന്ന വഴിയിൽ കുടംപുളിയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. പണ്ട് കുട്ടിക്കാലത്ത് തോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അരികിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. കൂടാതെ ചെറിയ ചെറിയ അരുവികളും ഉണ്ട്. വരുന്നവരും പോകുന്നവരും എല്ലാം അവിടെ കാല് കഴുകിയിട്ട് തന്നെയാണ് പോകുന്നത്. വനം വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ പോകുന്ന വഴി വൃത്തിയുള്ളതായിരുന്നു. നമ്മൾ പോകുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുക. അഥവാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഞങ്ങൾ കൊണ്ടുപോയ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. മുൻപ് കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനായിരുന്നു.
അങ്ങനെ ഒരു അടിപൊളി മഴ കഴിഞ്ഞു. അടുത്ത മഴ വരുന്നതിന് മുന്നേ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കണം. അളകാവൂർ കിട്ടിയ പോലെ വേറൊരു സ്ഥലം കിട്ടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പായിരുന്നു. മഴ തുറന്നതുകൊണ്ട് പോകുന്നതിന് മുന്നേ നല്ലൊരു കോടയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. തിരിച്ച് പാർക്കിങ്ങിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വൈബ് തന്തമാരെ കണ്ടു. അടുത്തത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഞങ്ങളെ കണ്ടിട്ട് അവർ പറഞ്ഞു, കണ്ണൂർ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട സ്ഥലമാണ് പാളക്കയം തട്ട്.